നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം അനൗൺസ് ചെയ്യാം. ഞാൻ ജനറലിൽ ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ എവിടെയും പറയാം. ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഫെബ്രുവരി 1 തൊട്ട് അത് ഓണാക്കും ഞാൻ എന്ന് വിചാരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. സോ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അത് യൂട്യൂബിൻ്റെ ത്രൂ ആണ്. ഓക്കെ, അതിൽ ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. സോ എൻ്റെ അതിൽ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ലോങ് വീഡിയോസ് ആയിരുന്നു അതിലിടുന്നുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. സോ അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കാം, ലോങ് വീഡിയോസിന് പകരം അതിൽ ഷോർട്ട് വീഡിയോസ്, മീൻസ് ഒരുപാട് നീളില്ല, ഷോർട്ടല്ല, പക്ഷേ കുറച്ച് അധികം നീട്ടാതെ ചെറിയ അഡ്വൈസസ്, ഓക്കെ, ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ആൻഡ് കൂടുതലും ലൈക്ക് സെൽഫ് ലവിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതിനുവേണ്ടി ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ പോവാണത് ആ സ്പേസ്. ഓക്കെ, സോ സബ്സ്ക്രിപ്ഷനിൽ പിന്നൊരു കാര്യം, മെയിൻ എൻ്റെ ഉദ്ദേശം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് എൻ്റെ മനസ്സിൽ ഒരുപാട് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഈ വെറുതെ പറയുന്നത്. പക്ഷേ എനിക്കത് ചെയ്തെടുക്കാൻ എനിക്ക് ഒരു ശരിയാവുന്നില്ല. ബട്ട് ഓക്കെ, കാരണം എനിക്ക് ക്യാമറ വെക്കാനൊക്കെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എൻ്റെ സ്പേസിനൊക്കെ അനുസരിച്ച് എനിക്കത് വെക്കാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ വിചാരിക്കുക, എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, റീഡിങ് ചെയ്യാമല്ലോ. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് റീഡിങ് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക്, ഓക്കെ, അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ എനിക്ക് എനിക്ക് എത്താൻ പറ്റില്ല, അത് ഒരു എന്താ പറയുക, ഒരു വിഷമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്, സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ലൈവ് അവസരം ഞാൻ തരും. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ റീഡിങ്, ഒരു ചെറിയ ക്വസ്റ്റ്യൻസ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ ഉള്ള കൺസേൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ അതിൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ആഴ്ചയിൽ 1-2 ലൈവ് റീഡിംഗ് ആണ് ഞാൻ ആലോചിക്കുന്നത്. 1 എന്തായാലും ഉണ്ട് ഡെഫിനറ്റ്ലി. രണ്ടാമത്തെ കൂടി ഞാൻ എൻ്റെ ഈ ഒരു സിസ്റ്റം വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ സെക്കൻഡ് വൺ കൂടി, കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ സെക്കൻഡ് വൺ കൂടി ചെയ്യും. ഓക്കെ, സോ ആഴ്ചയിൽ 1-2 തവണ ലൈവ് റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒക്കെ അവസരം കിട്ടും. വളരെ ചെറിയൊരു പേയ്മെൻ്റ് ആയിരിക്കും. യൂട്യൂബിൻ്റെ ത്രൂ ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ത്രൂ ആണ് നിങ്ങൾ എടുക്കുന്നത് കേട്ടോ. ഞാൻ പേഴ്സണലി അല്ല, അത് നമ്മൾ യൂട്യൂബിൻ്റെ ത്രൂ ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. സോ നമുക്ക് നോക്കാം. ഹോപ്പ്ഫുള്ളി എനിക്ക് നിങ്ങളോട് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത്. ഓക്കെ, നിങ്ങളോട് കൂടുതൽ കണക്ഷൻ വരാനും. കാരണം പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലിമിറ്റഡ് നമ്പറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സാധിക്കില്ല. സോ വളരെ ചുരുക്കമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് പെട്ടെന്ന് ചോദിച്ച് നമുക്ക് ആ ഒരു 1-2 മണിക്കൂർ, ഞാൻ ഒരു 1-1.5 മണിക്കൂർ എനിക്ക് അതിൽ തരാൻ പറ്റും. എനിക്ക് വേറെ പ്രശ്നമില്ല. ആ ഒരു കണ്ടിന്യൂസ് ഇരുന്ന് കഴിഞ്ഞാൽ അത് തീർന്നു അല്ലേ. അപ്പോൾ അതിനുശേഷം എനിക്കും ഫ്രീ ആണ്, നിങ്ങൾക്കും നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് കുറേ പേർക്ക് എനിക്ക് ആൻസർ തരാൻ പറ്റും. സോ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീസ് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഈവൻ ആഫ്റ്റർ 1 മന്ത് നിങ്ങൾക്ക് തോന്നുന്നു വേണ്ട, ഓക്കെ ക്യാൻസൽ ചെയ്ത് പോവാം അല്ലേ. സോ അത് കുറച്ച് സൗകര്യമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. അതും എൻ്റെ ഒരു മെൻ്റൽ ഐഡിയ ഞാൻ പറയുന്നു. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, കണക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇന്നത്തെ റീഡിങ് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരിക്കും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹം എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. കാണിക്കുന്ന എന്തായാലും ശരി, പ്രവർത്തിക്കുന്ന എന്തായാലും ശരി, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മനസ്സിൽ ഒരു സ്ഥാനം, ആക്ച്വലി ക്വസ്റ്റ്യൻ അങ്ങനെ എടുക്കാം, സോറി ഞാൻ മാറ്റുന്നു. അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നോക്കാം. ഐ ഡോണ്ട് നോ വൈ അങ്ങനെ ചോദിക്കാൻ തോന്നി. ആക്ച്വലി ഫെബ്രുവരിയുടെ വേണ്ട, അത് ഞാൻ നാളെ ചെയ്യാം. ഫെബ്രുവരിയുടെ ലവ് റീഡിംഗ് ആയിട്ട് നാളെ എടുക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഡെവിൾ, പേടിക്കണ്ട, ടെൻഷനൊന്നും വേണ്ട. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ദ സൺ, ദ വേൾഡ്. ഞാൻ സ്ക്രീനിൽ കൊള്ളുന്ന രീതിക്ക് വെക്കുകയാണ്. വൺ മോർ കാർഡ് പ്ലീസ്. ക്വീൻ ഓഫ് സോർഡ്സ്, ദാറ്റ്സ് ഓക്കെ. നയൻ ഓഫ് കപ്സ്. നയൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് ഒക്കെയാണ് ഇവിടെ. വെരി നൈസ്. ഓക്കെ, അവിടെ പറഞ്ഞു തുടങ്ങാം. ഇതിവിടെ നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, മനസ്സിൽ അവർക്ക് നിങ്ങൾക്ക് തരുന്ന സ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അവരുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ശരിക്കും എനിക്കറിയില്ല, ഇവിടെ എനർജി എന്തോ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്വീൻ ഓഫ് കപ്സ് അധികം വരുന്നില്ല. മുമ്പ് എപ്പോഴും ക്വീൻ ഓഫ് കപ്സ് ആയിരുന്നു വരിക. അതായത് ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ് അല്ല, സോറി, കിങ് ഓഫ് കപ്സ് അല്ല. ക്വീൻ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ, നിങ്ങൾ ഒരുപാട് ഇമോഷണൽ വ്യക്തികളായിട്ടായിരുന്നു മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കിട്ടുന്നതൊക്കെ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. അതായത് നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിരിക്കുകയാണ്. ലേഡീസ് അല്ല, ജെൻസ് ആയാലും രണ്ടായാലും നിങ്ങൾ അങ്ങനെ എനർജി എടുത്താൽ മതി. അതായത് നിങ്ങൾ വളരെയധികം ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്, സ്റ്റേബിൾ ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ചേസിങ് എനർജി അല്ല എനിക്ക് കാണുന്നത് ഇവിടെ. സോ മേ ബി ഈ ഇവിടെ റീഡിങ്സ് ഒക്കെ കണ്ട് നിങ്ങൾ ചേഞ്ച് ആയതായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ചേസ് ചെയ്യുന്നതായിട്ട്, ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അറിയാൻ, അല്ലേ? അത് സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, എത്ര നമ്മൾ ബാലൻസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ എവിടെയോ നമ്മുടെ ഉള്ളിൽ അല്ലേ കിടക്കും ചില കാര്യങ്ങൾ. സോ ഇവിടെ യെസ്, നിങ്ങൾ വളരെ സ്റ്റേബിൾ വ്യക്തിയായിട്ടാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. ആൻഡ് പേഴ്സൺ കാണുന്നതും അത് തന്നെയാണ്. ഓക്കെ, അവർ ശരിക്കും നിങ്ങളെ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എവിടെയോ നിങ്ങളോടൊരു ബഹുമാനം തോന്നുന്നുണ്ട് അവർക്ക്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കാം, നിങ്ങളുടെ ജോലി കരിയറിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ അവരുടെ ലൈഫിൽ ശരിക്കും നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ അതായത് നമ്മൾ പറയില്ലേ, അവർക്കൊരു ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് വളരെ ഒരു ശാന്തമായിട്ട് തോന്നും. ഓക്കെ, നിങ്ങളിപ്പോൾ വളരെ ശാന്തമായിട്ട് കാമായിട്ട് നിങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്, ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് സംസാരിക്കാനുള്ളൊരു താല്പര്യം വരുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഇത് ചേഞ്ച് ആയി അവർക്കുള്ളതാണ് കേട്ടോ ഈ റീഡിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയിലേക്ക് നിങ്ങൾ വരിക, നിങ്ങൾ സ്വന്തം കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്യാൻ തുടങ്ങുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. സോ അതാണ് വേണ്ടതും. ഓക്കെ, ആൻഡ് ഇവിടെ ഡെവിൾ എനർജി ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നല്ല പേടി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അവരെ വിട്ടു പോവോ എന്ന രീതിക്ക്. എന്ന് മാത്രമല്ല, അവർക്ക് ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഒരു പുൾ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ശരിക്കും ഒരു വല്ലാത്തൊരു അട്രാക്ഷനും ആയിരിക്കാം. കാരണം ചില സമയം നമ്മൾ പറയില്ലേ, ഒരു ലേഡി എന്നാവുന്നില്ല, ജെൻസ് ആയാലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അവർ ഒരുപാട് ഇമോഷണലൊന്നും ആവില്ല. അവരൊരുപാട് ഇങ്ങനെ എന്താ പറയുക, ഡ്രാമയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, വളരെ സിമ്പിൾ ലൈറ്റ് അങ്ങനെ ഒരു ഇതിൽ അവനവനിൽ ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തി എങ്ങനെയായിരിക്കും നിൽക്കുക, അത് കണ്ടാൽ തന്നെ അല്ലേ ആൾക്കാർ അട്രാക്റ്റായിട്ട് വരും അല്ലേ? അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഓറ ഇപ്പം അങ്ങനെയാണ്, വളരെ പോസിറ്റീവ് ഓറയാണ്. നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ്. സോ അതിൻ്റെ ഒരു എനർജി മാറ്റമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് വല്ലാത്തൊരു അട്രാക്ഷനും പുള്ളും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എവിടെയോ ഉള്ളിലൊരു പേടിയുണ്ട്, എന്നിട്ട് നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുകൂടി ഐ തിങ്ക് അവർക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വേണം, നല്ലതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ സൺ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഒരുപാട് വാല്യൂ അവർ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് വേൾഡ് ഉണ്ട്, ശരിക്കും നിങ്ങൾ അവരെ ഡ്രീം കം ട്രൂ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ അവരെ ഒരു ശരിക്കും ആഗ്രഹം സാഫല്യം തന്നെയാണ്. ആൻഡ് ഇവിടെ നേരത്തെ ഐ തിങ്ക് 9 ഓഫ് കപ്സ് എവിടെയാണ്? യെസ്, 9 ഓഫ് കപ്സും പറയുന്നത് തന്നെയാണ് ഫുൾഫിൽഡ്. അതായത് അവരൊരു ആഗ്രഹം ഫുൾഫിൽ ആയ പോലെയാണ് അവർക്ക് തോന്നുന്നത്. നിങ്ങളെ കിട്ടിയത് അവർക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു പൂർണ്ണത കൊണ്ട്, ഐ തിങ്ക് ഇന്നലെയും ഇതേപോലെ വന്ന് അവരുടെ ലൈഫിൽ ഒരു പൂർണ്ണത കൊണ്ടുവരുന്നത് നിങ്ങളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ ക്വീൻ ഓഫ് സോർട്സ് എനർജി ഉണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ എനർജി ആയിട്ട് തന്നെ കണക്കാക്കുന്നു. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വളരെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് സോർട്സ് രണ്ടും പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആണിപ്പോൾ. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഇപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ സ്വന്തം കാര്യം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയുക. എന്ന് വെച്ചാൽ അവരെ അറ്റാക്ക് ചെയ്യാൻ പോലല്ല. ഓക്കെ, പക്ഷേ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്ത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ എന്ത് വേണ്ട എന്നുള്ളത് നിങ്ങൾ പറയാൻ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുക. ഓക്കെ, പ്ലീസ്. ഓക്കെ, ആൻഡ് ഇവിടെ എവിടെയോ ഞാൻ പറഞ്ഞില്ലേ, അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു വ്യക്തി ആണ് നിങ്ങൾ എന്നാണ് അവർ കാണുന്നത്. ആൻഡ് ഏസ് ഓഫ് കപ്സിൻ്റെ ഒരുപാട് മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും ഡീപ്പ് ഫീലിങ്സ് എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത് അവർ. അപ്പോൾ ഇവിടെ വാല്യൂവിൻ്റെ നിങ്ങൾ എന്തൊക്കെയായിട്ട് കാണുന്നു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ അവരുടെ ലൈഫിൽ ആക്ച്വലി ഒരു മാരേജ് പോസിബിൾ ആണ്. നിങ്ങളുമായിട്ടൊരു മാരേജ് ആഗ്രഹിക്കുന്ന രീതിയിലാണ്. അത്രയും ആക്ച്വലി യെസ്, ടെംപ്ടേഷൻ എന്ന് പറയാം ഇതിന്. നിങ്ങളോട് ശരിക്കും അവർക്കിപ്പോൾ ടെംപ്ടേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന സ്ഥാനം അവരുടെ മനസ്സിൽ ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മെയിനായിട്ട്. അത് നിങ്ങൾ ഇമോഷൻസ് ഇല്ല എന്ന് പറയണ്ട, കാരണം ഇമോഷൻസിനേക്കാൾ കൂടുതൽ ആൻഡ് ഇമോഷൻസ് ഉണ്ട് ഇവിടെ. ഏസ് ഓഫ് കപ്സ് വന്നു എനിവേ. ഓക്കെ, ഏസ് ഓഫ് കപ്സും ഉണ്ട്, 9 ഓഫ് കപ്സും ഉണ്ട്. യെസ്, ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് കൂടിയാണ്. പ്ലസ് അത് മാത്രമല്ല, രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ, അത് ഭയങ്കര കോമ്പിനേഷനാണ്. അതായത് നമ്മൾ സ്നേഹവും ഉണ്ട്, ഫീലിങ്സും ഉണ്ട്, അതിൻ്റെ ഒപ്പം റെസ്പെക്റ്റും ഉണ്ട്, ഒരു ഇതുണ്ട്, ആ ഒരു സ്ഥാനം തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും അത് വളരെ ഒരു ഹൈ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണെന്ന് കണക്കാക്കിക്കോളൂ. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്,
ആൻഡ് ഹൈ പ്രീസ്റ്റസ് വന്നു, നേരത്തെ ഉണ്ടായിരുന്നു ബോട്ടം. ഓക്കെ, 7 of Cups, Tower, and 7 of Pentacles. Okay, see ഇവിടെ 2 of Pentacles. മുമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ജഗ്ലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഉറപ്പാണ്. അവരുടെ ലൈഫിലൊരു സെക്കൻഡ് എന്തെങ്കിലും ഒരു കാര്യം, അതെന്തോ ആയിക്കോട്ടെ. ഓക്കെ, അഗൈൻ അവർ ഫാമിലി ആയിരിക്കാം, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് അവർ ഫീൽ ചെയ്തിട്ടുണ്ട്. 4 of Swords ഉണ്ട്. യെസ്, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്ന് കാണാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നായിട്ട് കാണുന്നുണ്ട് പാസ്റ്റിൽ. ഇപ്പോഴല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ അവർ ഇപ്പോൾ നിങ്ങളിങ്ങനെ കാണാൻ തുടങ്ങുന്നുണ്ട് എന്നാണ്. ഐ തിങ്ക് ഇവിടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സെപ്പറേഷൻ വന്ന് കാണാം. ആൻഡ് അതിൻ്റെ റീസൺ എനിക്ക് കാണുന്നത് ഹൈ പ്രീസ്റ്റസ്, 7 of Cups, 7 കപ്പ് കാണുമ്പോൾ എനിക്ക് ടവർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് യെസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു, വേറൊരു പേഴ്സൺ കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ അഗൈൻ അവർ മാരീഡ് ആയിരിക്കാം, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേറെ റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, സോ അങ്ങനെ ഒരു വ്യക്തി വേറെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ചോയ്സസ് ഉണ്ടായിരുന്നു എന്നും പറയാം, ഒന്നിൽ കൂടുതൽ. അതായത് അവർക്ക് ചിലപ്പോൾ ചോയ്സസ്, അതായത് ഇപ്പോൾ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ മേ ബി മാരേജ് ആലോചിക്കുന്നു, വേറെ പലരുമായിട്ട് മീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് അവർക്ക് ആരെ വേണം എന്ന രീതിക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ടാവാം. ബട്ട് എവിടെയോ ഓക്കെ എന്തുണ്ടെങ്കിലും ശരി. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് വരുമ്പോൾ ചില കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് മറച്ചിരുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട്. സോ തേർഡ് പാർട്ടിയെ കുറിച്ചായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ അതിന് ശേഷം ഒരു ടവർ മൊമെൻറ്റും കാണുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സെപ്പറേഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. ഓക്കെ, അവരിതിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരിതിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ലോ ആയിട്ടാണ്, പക്ഷേ ഫാസ്റ്റ് അല്ല, സ്ലോ ആയിട്ട് മെല്ലെ മെല്ലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്ന രീതിക്ക് ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. എൻ്റെ അഗൈൻ 7 of Pentacles അതേപോലെയാണ്. അവർ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ എഫേർട്ട് ഇടാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചിന്തിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് അത്രത്തോളം നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു, നിങ്ങളെ ശരിക്കും വേണം അവരുടെ ലൈഫിൽ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, വേറെ എന്തുണ്ടെങ്കിലും ശരി, വേറെ ആരുണ്ടെങ്കിലും ശരി, എവിടെയോ ഇപ്പോൾ മേ ബി ആ ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ മാറിയതായിരിക്കാം, നിങ്ങൾ ചേഞ്ചസ് വന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കും മേ ബി അവർക്ക് ഇപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ എന്ന രീതിക്കൊരു ചിന്ത. ഓക്കെ, ആൻഡ് ഇവിടെ തീർച്ചയായിട്ടും അവർ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രണ്ട് കാർഡും അതാ പറയുന്നത്. ഓക്കെ, പക്ഷേ യെസ് അവർ സ്ലോ ആയിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, എടുത്ത് ചാടി ഒരു ആക്ഷനൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ബട്ട് യെസ് അവർ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. ലൈഫ് നിങ്ങൾ തമ്മിലുണ്ടായ സിറ്റുവേഷൻസ് എന്ത് തന്നെയായാലും ഓക്കെ അതിൻ്റെ ശേഷം അവർ മനസ്സിലാക്കുന്നുണ്ട് ദാറ്റ് ഇപ്പോൾ അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ പറ്റില്ല എന്നവർക്ക് ഒരു റിയലൈസേഷൻസ് വന്നിട്ടുണ്ട്. ആ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, അവിടെ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ കിട്ടി കാണാം എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ്, ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ്. അവരുടെ ലൈഫിൽ വേറെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, അതിൽ നിന്ന് ശരിക്കും നമ്മൾ പറയില്ലേ എന്താ പറയുക, മേലിരിക്കുന്ന ഒരു ചോയ്സ് നിങ്ങളാണ്. ഈ കാർഡിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അല്ലേ. അവർ രണ്ട് പേര് അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടോ കൂടുതലോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിലൊരു ബ്രേക്ക് ഉണ്ടാവും, ബട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കും. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ചാലഞ്ചിങ് ആൻഡ് തിങ്കബിൾ. ഓക്കെ, അതായത് നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്, അവർ ഡിസിഷൻ എടുക്കുന്ന കാര്യമാണ്, ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. ഏസ് ഓഫ് സോർട്സ് പറയുമ്പോൾ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ്. ഐ തിങ്ക് അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്താണ്ടായെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ സെപ്പറേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അവരെവിടെയോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ജലസി, ഡബിൾ കാർഡ്, നമുക്ക് ജലസി ആയിട്ട് എടുക്കാം. അവർക്കൊരു അസൂയ തോന്നിയായിട്ട് മേ ബി നിങ്ങൾ ഹാപ്പി ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് വളരെയധികം ജലസി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് അവർക്ക് ഐ തിങ്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ എന്ന് തോന്നുന്നത്. നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുമ്പോഴും അവർ അതിന് ശേഷം ഒരു തീരുമാനം വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആക്ഷൻ അവരുടെ ഭാഗത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്, അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൽ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ എന്ന് തന്നെ പറയാം. ഓക്കെ, ഇമോഷൻസ് ആയാലും ശരി, ഓക്കെ നിങ്ങളെ ഒരു ക്യാരക്ടർ വൈസ് ആയാലും ശരി, എല്ലാ തരത്തിലും അവർ നിങ്ങൾക്കൊരു സ്ഥാനം അവർ മനസ്സിൽ തരുന്നുണ്ട്. ഓക്കെ, പറയില്ലേ, ആരൊക്കെ വന്നു പോയാലും ശരി, എന്തുണ്ടെങ്കിലും ശരി, എവിടെയോ നിങ്ങളുടെ സ്ഥാനം അത് മറ്റാർക്കും കിട്ടില്ല. ഓക്കെ, നിങ്ങളെപ്പോലെ വേറെ ആരും വരില്ല. ഓക്കെ, ലെറ്റ്സ് സീ ക്ലാരിറ്റി. യെസ്, ആൻഡ് റിസെപ്റ്റീവ്,
connection, moment, true love, honor. Honor your loved one and you will notice your relationship becoming stronger. See, ഇവിടെ ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നതല്ല. ഞാൻ തിങ്ക് അവരിങ്ങോട്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരങ്ങനെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും സ്ട്രോങ്ങർ ആവാം. ആൻഡ് ഇവിടെ ക്ലാരിറ്റി പറയുന്നുണ്ട്. സോ യെസ്, നിങ്ങളുടെ പേഴ്സണിന് ക്ലാരിറ്റി കിട്ടുന്ന പോലെയാണ്. അവർ കുറേ വ്യക്തത, അവർക്ക് മനസ്സിലൊരു ക്ലിയർ ആവാൻ തുടങ്ങും. അവരുടെ ലൈഫിൽ ആരാണ് വേണ്ടത്, ആരാണ് നല്ലത് എന്നൊക്കെ അവർ തിരിച്ചറിയാൻ തുടങ്ങുന്ന പോലെ. ഓക്കെ, ഞാനിതെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങളോടും ഉണ്ടത്, പക്ഷെ വേണ്ട. ഓക്കെ, ആൻഡ് ഇവിടെ ബി റെഡി ടു റിസീവ് എന്ന് പറയുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് വരാം, കോൾ വരാം. ഇവിടെ ഒരു ഫോൺ പിടിച്ചിരിക്കുന്നുണ്ട്. സോ യെസ്, ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്, കോൾ വരാനുള്ള സാധ്യതയാണ്. ആൻഡ് അവർ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാനും വീണ്ടും തിരിച്ചു വരാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നുണ്ട് ബി റിസെപ്റ്റീവ് എന്ന് പറയുന്നുണ്ട്, അതായത് ബി റെഡി ഫോർ ദിസ് എന്നാണ്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് മൈൻഡിൽ ഇത് കൊണ്ടുവരാം. നെഗറ്റീവ് ചിന്തിച്ച് ഇതാക്കണ്ട. ആൻഡ് കണക്ഷൻ, യുവർ കണക്ഷൻ ഇസ് ഇറ്റേണൽ ആൻഡ് അൺബ്രേക്കബിൾ. അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എത്ര സ്ട്രോങ് ആണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങൾ തമ്മിലുള്ള, നിങ്ങളും മനസ്സിലാക്കുക എന്നിട്ട് ഇതെവിടെയും പോകാൻ പോകുന്നില്ല. ഓക്കെ, അത് അത്രയും സ്ട്രോങ് സോൾ ബോണ്ടാണ്. തിങ്ക് ഓഫ് എ സ്പെഷ്യൽ മൊമെൻറ്റ് ദാറ്റ് ബ്രോട്ട് യു മച്ച് ജോയ് വിത്ത് യുവർ പാർട്ട്ണർ. ഓക്കെ, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. നിങ്ങളോടും പറയുന്നത് നിങ്ങൾ നല്ല മൊമെൻറ്റ്സ് ഓർക്കാം. ഓക്കെ, പോസിറ്റീവ് മൊമെൻറ്റ്സിനെ കുറിച്ച് ഓർക്കുക, നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് തൽക്കാലം വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ട്രൂ ലവ് കംസ് വെൻ യു ലീസ്റ്റ് എക്സ്പെക്റ്റഡ് എന്നാണ് പറയുന്നത്. സോ ഇതൊരു ട്രൂ ലവ് ആണ്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് ദാറ്റ് അവരുടെ ലൈഫിൽ എത്രയൊക്കെ ഓപ്ഷൻ വന്നാലും ശരി, വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, പക്ഷെ ഒരു ട്രൂ ലവ് എന്ന് അവർ ഫീൽ ചെയ്യുന്നത് നിങ്ങളുമായിട്ടാണ്. ആൻഡ് അത് അവർ അവരുടെ ലൈഫിൽ അത് പെട്ടെന്ന് കടന്നു വന്നപ്പോൾ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളോടും പറയുന്നത് തന്നെയാണ്, ഇത് ട്രൂ ലവ് ആണ് എന്ന് പറയുന്നുണ്ട്. യെസ്, അവർ വേറെ ബന്ധം, വേറെ റിലേഷൻഷിപ്പ്, വേറെ അതൊക്കെ കാർമിക് പാർട്ട്ണർ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ബട്ട് എവിടെയോ നിങ്ങളോടുള്ള ഫീലിങ്സ്, ഓക്കെ, അത് വേറെ ആർക്കും അതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ നിങ്ങളുടെ മെസ്സേജ് ഇന്നത്തെ. എനിവേ യെസ്, അവർ ഒരുപാട് ഹൈ സ്ഥാനം നിങ്ങൾക്ക് അവരെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. പക്ഷേ യെസ്, ആക്ഷനിൽ കാണിക്കട്ടെ ഇനി, അല്ലേ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് സബ്സ്ക്രിപ്ഷൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.